മെഡിക്കൽ മിറാക്കിളിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇത് കേൾക്കണം. 8 വർഷത്തെ കണ്ണീരും കാത്തിരിപ്പും. ഒടുവിൽ ആ ദമ്പതികൾക്ക് മുന്നിൽ ഡോക്ടർമാർ ഒരു സത്യം തുറന്നു പറഞ്ഞു. നിങ്ങൾക്കിനി ഒരു കുഞ്ഞ് അസാധ്യമാണ്. പക്ഷേ മാസങ്ങൾക്കിപ്പുറം മറ്റൊരു ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ മീര എന്ന പെൺകുട്ടിയെ കീറി മുറിക്കാൻ ഡോക്ടർമാർ കത്തി കയ്യിലെടുത്തപ്പോൾ അവിടെ കണ്ട കാഴ്ച ശാസ്ത്രത്തെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. മീരയും രാഹുലും വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായിട്ടും അവരുടെ വീട്ടിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടില്ല. പോകാത്ത ആശുപത്രികളില്ല, പരീക്ഷിക്കാത്ത ചികിത്സകളില്ല. 3 തവണ IVF ചെയ്തു. ഓരോ തവണയും ലക്ഷങ്ങൾ ചിലവാക്കി. പക്ഷേ ഫലം വെറും വട്ടപ്പൂജ. ഗർഭപാത്രത്തിന്റെ സങ്കീർണമായ അവസ്ഥ കാരണം മീരയ്ക്കിനി ഒരിക്കലും ഒരു അമ്മയാകാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ തീർത്തു പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് അവർ തകർന്നു പോയി. എന്നാലും അവരുടെ ആ അവസ്ഥ അവർ മാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ജീവിതമെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. സന്തോഷങ്ങൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ നിമിഷം പെട്ടെന്നാണ് മീരയ്ക്ക് അസഹനീയമായ വയറുവേദന തുടങ്ങുന്നത്. പരിശോധിച്ച ഡോക്ടർമാർ രാഹുലിനോട് പറഞ്ഞത് കേട്ട് അവൻ സ്തംഭിച്ചുപോയി. മീരയുടെ വയറ്റിൽ വലിയൊരു മാസ് ഉണ്ട്. അത് മാരകമായ ട്യൂമർ ആകാനാണ് സാധ്യത. അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്തില്ലെങ്കിൽ അവളുടെ ജീവൻ അപകടത്തിലാവും. ഒരു കുഞ്ഞിനായി കൊതിച്ച് അവർക്ക് മുന്നിൽ വിധി മരണത്തിന്റെ നിഴലുമായിട്ടാണ് എത്തിയത്. മീരയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. രാഹുലും ഫാമിലി മെമ്പേഴ്സും എല്ലാം പുറത്ത് കരഞ്ഞുകൊണ്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അനസ്തീഷ്യ നൽകുന്നതിന് തൊട്ടു മുമ്പ് സീനിയർ സർജനായ ഡോക്ടർ വർമ്മയ്ക്ക് ഒരു സംശയം. അദ്ദേഹം അടിയന്തരമായി ഒരു ഹൈ റെസൊല്യൂഷൻ സ്കാനിംഗ് കൂടി ചെയ്യാൻ ഉത്തരവിട്ടു. സ്ക്രീനിലേക്ക് നോക്കിയ ഡോക്ടർമാരുടെ കണ്ണുകൾ വിടർന്നു, കൈകൾ വിറച്ചു. ട്യൂമർ എന്ന് കരുതിയ ആ രൂപത്തിനുള്ളിൽ നിന്ന് ഇതാ ഒരു ഹൃദയമിടിപ്പ് കേൾക്കുന്നു. അതെ, അതൊരു ക്യാൻസർ ട്യൂമർ ആയിരുന്നില്ല. മീരയുടെ ഗർഭപാത്രത്തിന്റെ പ്രത്യേക ഘടന കാരണം, അതായത് റെട്രോവേർട്ടഡ് യൂട്രസ് കാരണം സ്കാനിങ്ങിൽ നിന്ന് ഒളിച്ചു നിന്ന 5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞായിരുന്നു അത്. ശാസ്ത്രത്തിന് അസാധ്യമെന്ന് തോന്നിയ ഇടത്ത് പ്രകൃതി ഒരു വിസ്മയം ഒളിപ്പിച്ചു വെച്ചിരുന്നു. 4 മാസങ്ങൾ കൂടി നെഞ്ചിടിപ്പോടെ അവർ കാത്തിരുന്നു. ട്യൂമറിനുള്ള മരുന്നുകൾ കഴിച്ചത് കുഞ്ഞിനെ ബാധിക്കുമോ എന്ന പേടിയുണ്ടായിരുന്നു. പക്ഷേ വിധിക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. 9ാം മാസത്തിൽ ഒരു പൂനിലാവ് പോലെ സുന്ദരിയായ ഒരു പെൺകുഞ്ഞ് പിറന്നു. പൂർണ്ണ ആരോഗ്യവതിയായ ആ കുഞ്ഞ് ഇന്ന് മീരയുടെയും രാഹുലിൻ്റെയും കൈകളിലുണ്ട്. ഇതൊരു അനുഭവമാണ്. പ്രതീക്ഷകൾ എല്ലാം അസ്തമിച്ചു എന്ന് നിങ്ങൾ കരുതുമ്പോൾ ദൈവം നിങ്ങൾക്കായി ഒരു വലിയ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടാകും. ജീവിതത്തിൽ തോറ്റുപോയി എന്ന് കരുതുന്നവർക്ക് ഈ സംഭവം ഒരു വലിയ ഊർജമാകട്ടെ. വിശ്വസിക്കൂ, അത്ഭുതങ്ങൾ സംഭവിക്കും. എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും പ്രതീക്ഷ കൈവിടരുത്. ശാസ്ത്രം പോലും ചിലപ്പോൾ അത്ഭുതങ്ങൾക്ക് വഴിമാറുമെന്ന് മീരയുടെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. മനസ്സിന്റെ ശക്തി ശാരീരികമായ മാറ്റങ്ങൾക്കും കാരണമാകും. ഏതെങ്കിലും ഒരു വലിയ രോഗനിർണയം ഉണ്ടായാൽ, പ്രത്യേകിച്ച് ശസ്ത്രക്രിയ പോലുള്ള ഘട്ടങ്ങളിൽ, മറ്റൊരു വിദഗ്ധ ഡോക്ടറുടെ കൂടി അഭിപ്രായം തേടുന്നത് എപ്പോഴും നല്ലതാണ്. മീരയുടെ കാര്യത്തിൽ അവസാന നിമിഷം നടന്ന ആ പരിശോധനയാണ് ജീവിതം മാറ്റിയത്. വന്ധ്യതാ ചികിത്സകൾക്കും ദീർഘകാല രോഗങ്ങൾക്കും ദമ്പതികളെ മാനസികമായി തളർത്താം. അത്തരം ഘട്ടങ്ങളിൽ പരസ്പരം പിന്തുണയ്ക്കാനും ആവശ്യമെങ്കിൽ ഒരു കൗൺസിലറുടെ സഹായം തേടാനും മടിക്കരുത്. ചികിത്സകൾക്കൊപ്പം തന്നെ ആരോഗ്യകരമായ ഭക്ഷണം, മിതമായ വ്യായാമം, കൃത്യമായ ഉറക്കം എന്നിവ ശ്രദ്ധിക്കുക. ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പ്രതിസന്ധികളിൽ ഒറ്റപ്പെട്ടു പോകാതെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും മനസ്സ് തുറന്ന് സംസാരിക്കുക. അവരുടെ പിന്തുണ നിങ്ങളെ കൂടുതൽ ശക്തരാക്കും. സാധാരണ സ്കാനിങ്ങുകളിൽ കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ ആധുനികമായ ഹൈ റെസൊല്യൂഷൻ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ 3D 4D സ്കാനിങ്ങിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. സംശയമുള്ള ഘട്ടങ്ങളിൽ ഇത്തരം പരിശോധനകൾക്ക് മുൻഗണന നൽകണം. വന്ധ്യതാ ചികിത്സയ്ക്കിടയിൽ ഉണ്ടാകുന്ന കഠിനമായ സ്ട്രെസ് ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് കാരണമാകും. ധ്യാനവും യോഗയും ഒക്കെ ശീലിക്കുന്നത് ദമ്പതികൾക്ക് വലിയ ആശ്വാസം നൽകും. മക്കളില്ലാത്ത ദമ്പതികളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർക്ക് മാനസികമായ ഒരു കരുത്ത് നൽകാൻ സമൂഹം തയ്യാറാകണം. അനാവശ്യമായ ചോദ്യങ്ങൾ പലപ്പോഴും അവരെ വലിയ ഡിപ്രഷനിലേക്ക് നയിക്കാറുണ്ട്. ചികിത്സയുടെ ഓരോ ഘട്ടത്തിലെയും റിപ്പോർട്ടുകളും മരുന്നുകളും വിവരങ്ങളും കൃത്യമായി ഫയൽ ചെയ്തു വെക്കുക. ഇത് മറ്റൊരു ഡോക്ടറെ കാണിക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാക്കും. ഈ അത്ഭുതം മീരയുടെയും രാഹുലിൻ്റെയും ജീവിതത്തിൽ മാത്രം സംഭവിച്ച ഒന്നല്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ശാസ്ത്രത്തെ പോലും അതിശയിപ്പിച്ച ഇത്തരം നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട്. നിങ്ങളും സമാനമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഓർക്കുക, ഇരുളടഞ്ഞ രാത്രികൾക്ക് ശേഷമാണ് സുന്ദരമായ ഒരു പുലരി ഉണ്ടാകുന്നത്. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് അവർക്കും പ്രത്യാശ നൽകൂ. നിങ്ങളുടെ ഈ മനോഹരമായ യാത്രയിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സപ്പോർട്ടോ എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വാട്സപ്പ് നമ്പർ എടുത്ത്
നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് തന്നെ വാട്സപ്പിലൂടെ കണക്റ്റ് ആകാവുന്നതാണ്. നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോയിലൂടെ വീണ്ടും വേഗം തന്നെ കാണാം. അതുവരേക്കും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഹാപ്പി ആയിട്ട് വെക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ ഡിയേഴ്സ്. ബൈ.